അധികം ചിക്കൻ കഴിക്കാൻ പറ്റൂല. ഇപ്പോഴത്തെ കോഴിക്കൊക്കെ ഹോർമോൺ കുത്തിവെക്കും. അതൊന്നും കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് കഴിച്ചോ. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പെട്ടെന്ന് വളർന്നു വലുതായി പ്രായപൂർത്തിയാവുന്നതോ? അത് ഹോർമോൺ കുത്തിവെച്ച കോഴി കഴിക്കണോണ്ടാണോ? അങ്ങനെയാണ് ശുദ്ധ വെജിറ്റേറിയനായ നമ്പൂരിമാരെ മക്കളും പെട്ടെന്ന് വളർന്നു വലുതാവില്ലേ? നമ്മൾ ചിക്കൻ വെട്ടി വിഴുങ്ങാറുണ്ടെങ്കിലും നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആന മണ്ടത്തരങ്ങളിലൊന്നാണ് ഈ ചിക്കനിലെ ഹോർമോൺ കുത്തിവെപ്പ്. എന്താണ് ഇതിലെ സത്യം? ഒന്ന്, ഈ ഹോർമോൺ എന്നാൽ ഗ്രോത്ത് ഹോർമോൺ ആണ്. ഇത് ഫുഡിന്റെ കൂടെ മിക്സ് ചെയ്ത് കോഴിക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത് ഇഞ്ചക്ഷനായി തന്നെ എടുക്കണം, അതും ഡെയിലി 2 പ്രാവശ്യമൊക്കെ. പിന്നെ ഈ ഹോർമോൺ എന്നത് നല്ല എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വില കൂടിയ ഹോർമോൺ ഇഞ്ചക്ഷനായി എടുത്താൽ പിന്നെ ആ കോഴിയെ കിലോക്ക് 200-നോ 250-നോ വിൽക്കുന്നത് അത്ര ലാഭകരമായിരിക്കില്ല. 2, ഇനി ഏതെങ്കിലും മുണ്ടക്കൽ ശേഖരൻ കോഴി കമ്പനി ഈ ഹോർമോൺ കോഴിക്ക് കുത്തിവെച്ചു എന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിലും ഈ ചിക്കൻ തിളപ്പിക്കുമ്പോഴും കറി വെക്കുമ്പോഴും ഫ്രൈ ചെയ്യുമ്പോഴും ഗ്രിൽ ചെയ്യുമ്പോഴും ഒക്കെ ഈ ഹോർമോൺ പൂർണ്ണമായും നശിക്കും. കാരണം ഇതൊരു പ്രോട്ടീനാണ്. 3, ഇനി ഈ ഹോർമോൺ ചൂടാക്കിയപ്പോഴും തിളപ്പിച്ചപ്പോഴും ഒന്നും നശിച്ചു പോയിട്ടില്ലെന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിലും ഈ ഹോർമോൺ വയറ്റിലെത്തിയാൽ പൂർണ്ണമായും ദഹിച്ച് നശിച്ചു പോകും. കാരണം ഈ ഗ്രോത്ത് ഹോർമോൺ ഒരു പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്നാൽ പൂർണ്ണമായി ദഹിക്കുന്ന ഒന്നാണ്. 4, ഇനി എക്സ്ട്രീം കേസ്, ഇത് ചൂടാക്കിയപ്പോഴും നശിച്ചുപോയില്ല, വയറ്റിലെത്തിയിട്ട് ദഹിച്ചും നശിച്ചുപോയില്ല. അങ്ങനെയാണെങ്കിലും ഇത് ബ്ലഡിലേക്ക് ആഗിരണം ചെയ്താലും ഈ ഹോർമോൺ എന്നത് സ്പീഷീസ് സ്പെസിഫിക് ആണ്. ഓരോ തരം ജീവിക്കും പ്രത്യേകം ഹോർമോണാണ്. അതായത് ഈ കോഴികളിലെ ഹോർമോൺ മനുഷ്യരിൽ വർക്ക് ചെയ്യില്ല. അപ്പോ ഇനിയും ഈ കോഴികളിലെ ഹോർമോൺ കുത്തിവെപ്പിന്റെ കഥ വിശ്വസിക്കുന്ന ബുദ്ധിമാന്മാർ കോഴികളിൽ ഹോർമോൺ കുത്തിവെക്കാറുണ്ട് എന്ന് തെളിയിച്ചാൽ 25 ലക്ഷം രൂപ തരാമെന്ന ഒരു ഓഫർ ഇപ്പോഴും നിലവിലുണ്ട്. ഇനി ചിക്കൻ കഴിക്കുമ്പോൾ അങ്കലാപ്പുള്ളവർക്കായി മനസാക്ഷിക്കുത്തില്ലാതെ ചിക്കൻ കഴിക്കാൻ ഇതൊന്ന് ഷെയർ ചെയ്യൂ.